ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയോ? കണ്ടപ്പോൾ മനസ്സിലായല്ലോ, മുതിരാണേ. ഈ മുതിര നമുക്ക് കുറച്ചെടുത്തുങ്ങാണ്ട് വറുക്കുക, നല്ലോണം വറുത്തെടുക്കുക. അങ്ങനെ ഇതാ മുതിര നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തിട്ട് നല്ലോണം ചേറിയില്ല, പരിപ്പ് പോലെ ഇതണ്ടാ, പരിപ്പാക്കട്ടാ. പരിപ്പാക്കണമെങ്കിൽ നമ്മളിതാ ഇതിങ്ങനെ എടുക്കുക. ഇത് ഇങ്ങനെ വെച്ചിട്ട് നല്ലോണം ഒരു ഗ്ലാസ്, ഇത് ഞാൻ എടുത്തത് സേറാണ് കേട്ടോ. അത് സേറോ അല്ലെങ്കിൽ ഒരു കുപ്പി ഗ്ലാസ്സോ കുപ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ നല്ലോണം വെച്ചെടുക്കുക. നല്ലോണം വെച്ചിട്ട് നല്ല ടേസ്റ്റ് അതിട്ടുകൊണ്ട് കറി വെച്ചാൽ കേട്ടോ. ഇതിലെന്തെങ്കിലും ഇഷ്ടമുള്ള വെള്ളരി ഇളവന എന്തെങ്കിലും ഇട്ട് കറി വെച്ചാൽ അടിപൊളിയാണ് മക്കളേ. ഞാനിത് എന്നിട്ട് ഇങ്ങനെ ചേറുക. അങ്ങനെ ചേറുക. അങ്ങനെ ചേറിയിട്ട് കണ്ടതാ അതിൻ്റെ ചണ്ടികളാണ് അതൊക്കെ കേട്ടോ. കണ്ടോ, നമ്മൾ മുതിരൻ്റെ ചണ്ടികളാണ്. ഇതൊന്നും എടുക്കരുതേ, ഒക്കെ അങ്ങോട്ട് കഴുകി പോക്കാം. നമുക്ക് ഒക്കെ ചണ്ടിയാണ്. ആ ചണ്ടി പോക്കിയിട്ട് നമുക്ക് കറി വെക്കാം. ഉണ്ടോ, പരിപ്പായിട്ടുണ്ടൊക്കെ. ഇനി കുറച്ചും കൂടെ ഉണ്ടായിരുന്നാൽ നല്ല അടിപൊളി പരിപ്പായി കിട്ടണം. ഉണ്ടോ, ഒന്ന് രണ്ടു കൊണ്ടൊക്കെ തന്നെ പൊടിയാണ്ട് ഇച്ചിരി കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മളൊന്നും കൂടെ ഒരുക്കിയിട്ട് ചേറണം കേട്ടോ, ചേറി എടുക്കുക. അങ്ങനെ ഇതാ ഈ വെള്ളരിയൊക്കെ നല്ലോണം ഒന്ന് ചെത്തി വൃത്തിയാക്കി നമുക്ക് തോലോടി ഇടട്ടാ. തോലോടി ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ തോല് ചെത്തുന്നുണ്ട്. പരിപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പും ഇതും രണ്ടും കൂടെ കൂട്ടി കഴുകിയിട്ട് അടുപ്പത്തേക്ക് വെക്കണം. അങ്ങനെ ഇതാ ഇതൊക്കെ കഴുകി റെഡിയായി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പച്ചമുളക്, കരിവേപ്പില, ലേശരിയ കഷ്ണം ഉള്ളിയിട്ട് ഇതട്ടോ. നമ്മളെ എന്താ പറയുക, മുതിര ഒക്കെ നല്ലോണം കഴുകി വറുത്ത പൊടിച്ച തൊലിയൊക്കെ പോക്കിയതൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി ഉപ്പും ഇട്ട് അടുപ്പത്ത് വെച്ചാണ് ഇതിന് വെന്ത് കിട്ടട്ടെ കേട്ടോ. കറി ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. മുതിരൊക്കെ നല്ലോണം വേവട്ടെ. വറുത്തിട്ട് വെന്തതാണ്, എന്നാലും വേണമല്ലോ മുതിരൊന്ന് വേവുക. നല്ലോണം വേവട്ടെ. ആയി അങ്ങനെ ഇതിട്ടാ ഞാനൊരു തക്കാളിയിൽ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. തക്കാളി ഇതാ 6 പീസാക്കി മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നുകൂടെ കിടന്നൊന്ന് വേവാണ്ട്. അതുകൂടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ കലക്കി ഒഴിക്കാം. നമ്മളെ തേങ്ങ എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. നിറഞ്ഞ തേങ്ങ കുറച്ച് കൂടിപ്പോയി. ഇത്ര തേങ്ങ വേണാനും അല്ലാണ്ട് തയ്യയില്ല, ചെറിയ ചാറാണല്ലോ. ഓക്കെ, ഇതാ രസം കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങ ആട്ടിയത് ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നോക്കട്ടെ, കൂടുതലാണെങ്കിൽ നമുക്ക് അത്ര തേങ്ങൻ്റെ ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതിൽ തിളക്കണ വെള്ളം ഉണ്ട് അടുപ്പത്ത്. രസം വെള്ളം എടുക്കട്ടെ. ഇതട്ടാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളക്കണ വെള്ളമാണ് ഒഴിച്ചത്. ഭയങ്കര കുറുങ്ങനായാലും വല്ലാത്തൊരു ജാതിയാണ് കറി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല വറുത്ത മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്നിങ്ങനെ വെച്ച് നോക്കുക, മറക്കരുതിട്ട്. എല്ലാവരും ഒന്നിങ്ങനെ വെച്ച് നോക്കുക. അടിപൊളി കറിയാണ് മക്കളെ. വാവ്, ഉപ്പും പുളിയൊക്കെ പാകമാണ്. അടിപൊളി കറിയാണ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വെക്കുക. നല്ലതാണ്. ഉലുവ രക്തം വെക്കാനും ശക്തിക്കും ഒക്കെ ഉലുവ നമ്മൾ ചക്കരയും തേങ്ങയും ഇട്ടുകാണ്ട് വെക്കുക. അങ്ങനെ വറുത്ത് വെക്കുക, ഉപ്പേരി ഉണ്ടാക്കുക, അങ്ങനെ പല കോലത്തിലും വെക്കാം മുതിര കൊണ്ട് കേട്ടോ. ആയിക്കോട്ടെ, തട്ടി വെച്ചു. അടുപ്പത്ത് കടുകിട്ട് കടുക് നല്ലോണം കഴിച്ചിട്ടെ. അതിലേക്ക് നമുക്ക് ലാസം കരിവേപ്പിൻ്റെ ഇലയിട്ട് വെച്ച് ശരിയായിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ അപ്പോൾ അതുമായി അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.